വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും കൃപതൻ നിറവായൊഴുകും വിടുതൽ നൽകുന്ന വചനം അറിവിൻ്റെ പൊരുളാകും വചനം സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവെ, ഈ നിമിഷം അങ്ങയുടെ സന്നിധിയിൽ ഈ വചന ശുശ്രൂഷയുടെ ഭാഗമാകുന്ന ലോകം മുഴുവനുമുള്ള ഓരോ വ്യക്തിയെയും സമർപ്പിക്കുന്നു. വചനം ശ്രവിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിലെ ദുഃഖഭാരങ്ങളും വേദനകളും അകന്നു പോകട്ടെ. അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും എൻ്റെ പാതയിൽ പ്രകാശവുമാണ് എന്ന തിരുവചനം ഞങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. വചനം ശ്രവിക്കുമ്പോൾ ഞങ്ങളുടെ രോഗങ്ങൾ സുഖമാകട്ടെ. ഞങ്ങളുടെ കുടുംബത്തിലെ വ്യക്തിജീവിതത്തിലെ പ്രതിസന്ധികൾ നീങ്ങിപ്പോകട്ടെ. യേശുനാമത്തിൻ്റെ ശക്തിയും യേശുനാമത്തിൻ്റെ മഹത്വവും ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലും വെളിവാകട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളിൽ, കുറവുകളിൽ, ഞങ്ങളുടെ പോരായ്മകളിൽ അങ്ങ് സംസാരിക്കുന്നത് ശ്രവിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയം തുറക്കട്ടെ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, സകല മാലാഹമാരെ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ നിമിഷങ്ങളിൽ മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 4-ാം അധ്യായത്തിൽ നിന്നും ഒരു വചനഭാഗം വായിച്ചു കേൾക്കാം. 32 മുതലുള്ള തിരുവചനങ്ങൾ. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതു സ്വത്തായിരുന്നു. അപ്പസ്തോലന്മാർ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യമനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവയെല്ലാം വിറ്റുകിട്ടിയ തുക അപ്പസ്തോലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു. അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു. പ്രിയമുള്ളവരെ, ഈ വചനഭാഗം ആദിമസഭയുടെ ചൈതന്യത്തെക്കുറിച്ചാണ് നമ്മോട് പറയുക. യേശു മരണപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ഈ ലോകത്തു നിന്നും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അതിനുശേഷം വിശ്വാസികൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് എപ്രകാരം സഭയെ പടുത്തുയർത്തി, എപ്രകാരം മുൻപോട്ട് ജീവിച്ചു എന്നാണ് വചനം നമ്മോട് പങ്കുവയ്ക്കുക. ഏറെ ഹൃദയസ്പർശിയായ ഒരു ധ്യാനചിന്തയാണ് ഇത്. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു. തങ്ങൾക്കുള്ളതെല്ലാം അവർ പൊതുവായി കരുതി. ആരും ഒന്നും സ്വന്തമായി കരുതി വച്ചില്ല. യേശുവിനെ പിൻചെല്ലുന്ന വ്യക്തികൾക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചൈതന്യം മറ്റുള്ളവരോടുള്ള അനുകമ്പയും ചുറ്റുമുള്ള മനുഷ്യരോടുള്ള കരുണാമിശ്രിതമായ ഒരു ഹൃദയവുമാണ്. യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ യേശു വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. വീണ്ടും 35-ാം തിരുവചനം, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. യേശുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് ഈ ലോകമറിയണമെങ്കിൽ പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ നാം സ്നേഹിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് നാം കരുതേണ്ടതുണ്ട്. ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ തന്നെ 2-ാം അധ്യായം അവിടെയും പറയുക ഈ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആ ജീവിതശൈലിയെക്കുറിച്ചാണ്, ചൈതന്യത്തെക്കുറിച്ചാണ്. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏക മനസ്സോടെ താൽപ്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും
ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവരുടെ ഹൃദയം ആനന്ദത്താൽ തുടിച്ചത്, അവരുടെ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞു നിന്നത്, അതിൻ്റെ എല്ലാം കാരണം മറ്റുള്ളവരോടൊപ്പമുള്ള ആ സ്നേഹത്തിൽ വേരൂന്നിയ ഒരു ജീവിതമാണ്. ഈ വചനം ശ്രവിക്കുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഹൃദയത്തെ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിലനിൽക്കുന്ന ചൈതന്യത്തെ നാം പരിശോധിക്കേണ്ടതുണ്ട്. നമ്മിലേക്ക് മാത്രം ചുരുങ്ങി നമ്മുടെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ വെച്ച് ജീവിക്കുന്ന മനുഷ്യരാണോ നാം? അല്ല, നമ്മുടെ അരികിലുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക്, അവർ വേദന അനുഭവിക്കുമ്പോൾ, അവർ പട്ടിണി അനുഭവിക്കുമ്പോൾ അവിടേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു ഹൃദയം എനിക്കുണ്ടോ എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. കുറേ നാളുകൾക്ക് മുൻപ് ഫ്രാൻസിസ് മാർപ്പാപ്പ പത്രോസിൻ്റെ ചത്തുരത്തിൽ ഒരുപാട് ആളുകൾക്ക് ദർശനം അനുവദിക്കുകയാണ്. അങ്ങനെ മാർപ്പാപ്പ അവരോടെല്ലാം സംസാരിക്കുന്നതിനിടയ്ക്ക് ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചു: നിങ്ങൾ മറ്റുള്ളവർക്ക് പണം നൽകി സഹായിക്കാറുണ്ടോ? ഈ ജനമെല്ലാം ഉടനെ വലിയ സ്വരത്തിൽ മറുപടി പറഞ്ഞു, ഉണ്ട്. വീണ്ടും മാർപ്പാപ്പ രണ്ടാമത് ചോദിച്ചു: പണം നൽകുമ്പോൾ നിങ്ങൾ അവരുടെ കൈകളിൽ സ്പർശിക്കാറുണ്ടോ? ഇത്രയും ആളുകൾക്ക് യാതൊരു ഉത്തരവും നൽകാനുണ്ടായിരുന്നില്ല. അവരെല്ലാം നിശബ്ദരായിരുന്നു. വീണ്ടും പിതാവ് ചോദിച്ചു: നിങ്ങൾ പണം നൽകുമ്പോൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കാറുണ്ടോ? പ്രിയമുള്ളവരെ, ഈ ജനം പിന്നെയും നിശബ്ദരായി തന്നെ തുടർന്നു. അവർക്കൊരു മറുപടി നൽകാനുണ്ടായിരുന്നില്ല. മാർപ്പാപ്പ ഇപ്രകാരമാണ് അവരെ ഓർമ്മിപ്പിച്ചത്: നിങ്ങൾ സ്പർശിക്കാൻ മറന്നുപോയ കരങ്ങൾ, നിങ്ങൾ നോക്കാൻ മറന്നുപോയ കണ്ണുകൾ, അത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരമാണ്. മറ്റുള്ളവരെ നമ്മൾ അവഗണിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നാം മറന്നുപോകുന്നത് ക്രിസ്തുവിനെ തന്നെയാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ എല്ലാം ഉള്ളിൽ നിറയട്ടെ. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ തന്നെ 9-ാം അധ്യായത്തിൽ സാവൂൾ പൗലോസായി മാറുന്ന ആ അനുഭവം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ആ മനുഷ്യൻ ദമാസ്കസിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഇപ്രകാരമാണ് വചനം പറയുക: അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനഗോഗുകളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു. അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു മിന്നലൊളി അവൻ്റെ മേൽ പതിച്ചു. നമുക്കെല്ലാം അറിവുള്ളതാണ് പൗലോസ്ലിഹായുടെ ഈ ഒരു അനുഭവം. ഈ മിന്നലൊളി അവൻ്റെ ദേഹത്ത് പതിച്ച് ആ മനുഷ്യൻ നിലത്ത് വീണു. അയാൾ ശ്രവിക്കുന്ന സ്വരം ഇതാണ്: നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? പ്രിയമുള്ളവരെ, ഈ സാവൂളിന് ഒന്നും മനസ്സിലാകുന്നില്ല. അയാൾ ഉടനെ ചോദിച്ചു: കർത്താവേ, അങ്ങ് ആരാണ്? മറുപടി ഇപ്രകാരമായിരുന്നു: നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. അതായത്, ഈ ജനങ്ങൾക്കെല്ലാം എതിരെ പ്രവർത്തിച്ച മനുഷ്യനോട്, യേശുവിൻ്റെ നാമത്തിൽ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്നാരോപിച്ച് അവരെ ബന്ധനസ്ഥരാക്കാൻ പുറപ്പെട്ട സാവൂളിനോട് ഇതാ യേശു തന്നെ പറയുന്നു: നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. പ്രിയമുള്ളവരെ, ഇത് സൂചിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല. നാം നമ്മുടെ ചുറ്റുമുള്ളവർക്കെതിരെ നിൽക്കുമ്പോൾ, നാം നമ്മുടെ ചുറ്റുമുള്ളവരെ അവഗണിക്കുമ്പോൾ, അവരെ വേദനിപ്പിക്കുമ്പോൾ, നാം വേദനിപ്പിക്കുന്നത് മറ്റാരെയുമല്ല, യേശുവിനെ തന്നെയാണ്. സഭയും ക്രിസ്തുവും രണ്ട് വ്യത്യസ്തമായ യാഥാർത്ഥ്യങ്ങളാണ് എന്നൊരിക്കലും പറയുക സാധ്യമല്ല. നമ്മൾ പറയാറുണ്ടല്ലോ, സഭയുടെ ശിരസ് അത് ക്രിസ്തുവാണ്, ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ് സഭ. അപ്രകാരം എങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരെ നാം സ്നേഹത്തോടെ സമീപിക്കാതെ വരുമ്പോൾ, അവരുടെ ആവശ്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കാതെ വരുമ്പോൾ, യേശുവിനെ മറന്നുപോകുന്ന വ്യക്തികളായി നമ്മൾ മാറുകയാണ്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 20-ാം തിരുവചനം ഇപ്രകാരമാണല്ലോ നമ്മെ ഓർമ്മിപ്പിക്കുക: കാണപ്പെടുന്ന സ്വന്തം സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാമൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുകയും ഒരുപാട് ജപമാലകൾ ചൊല്ലുകയും ദൈവസന്നിധിയിൽ വരികയും ഒക്കെ ചെയ്യുന്ന മനുഷ്യരാണ്. ഇതൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളങ്ങൾ തന്നെയാണ്. മറ്റുള്ളവരൊക്കെ ചുറ്റും നിന്ന് നോക്കുമ്പോൾ തന്നെ പറയും, ഈ വ്യക്തി വളരെ ദൈവസ്നേഹമുള്ള, ഹൃദയത്തിൽ ഭക്തിയുള്ള ഒരു മനുഷ്യനാണല്ലോ എന്ന്. പക്ഷേ
അതുകൊണ്ട് മാത്രമാകുന്നില്ല. ഈ പ്രാർത്ഥനകൾക്കും ഈ ദേവാലയത്തിലേക്കുള്ള യാത്രകൾക്കും മാത്രം നമ്മെ പിടിച്ചു നിർത്താൻ, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കപ്പെട്ടതാക്കാൻ കഴിയുമെന്ന് നമ്മൾ കരുതരുത്. മറിച്ച് കാണപ്പെടാത്ത ദൈവത്തെ നാം ഇങ്ങനെ സ്നേഹിക്കുന്നുവെങ്കിൽ കാണപ്പെടുന്ന ചുറ്റുമുള്ള വ്യക്തികളെ കൂടുതൽ സ്നേഹിക്കാൻ, അല്ലെങ്കിൽ അവരുടെ അരികിലേക്കും കടന്നു ചെല്ലാൻ ഉള്ള ഒരു കടമ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇൻ്റർനെറ്റിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒരു വ്യക്തിയെക്കുറിച്ച് ഇപ്രകാരം സൂചിപ്പിച്ചിരിക്കുന്നത് കണ്ടു. കേരളത്തിൽ ഏതോ ഒരു സ്ഥലത്തുള്ള ഒരു വ്യക്തി, അദ്ദേഹം ഒരു കൊച്ച് ചായക്കട നടത്തുകയാണ്. അതിനു മുൻപിൽ ഇപ്രകാരം എഴുതി വച്ചിട്ടുണ്ട്: നിങ്ങളുടെ കൈവശം പണമില്ലെങ്കിലും നിങ്ങൾ ഉള്ളിലേക്ക് വരണം. പ്രിയമുള്ളവരെ, ഒരു ചാനൽ ആ മനുഷ്യനുമായി അഭിമുഖം നടത്തുകയാണ്. അവർ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടമല്ലേ? ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ പണം തരാതെ ഭക്ഷിച്ച് ഇവിടെ നിന്നും പോകില്ലേ? ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഒരിക്കലും ഒരു നഷ്ടമല്ല. കാരണം ഇവിടെ വരുന്ന, ഈ വഴി കടന്നു പോകുന്ന ഒരുപാട് വ്യക്തികൾക്ക് ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കയ്യിൽ പണമുണ്ടാകില്ല. അത് നൽകാതെ വിശപ്പകറ്റി ഇവിടെ നിന്നും പോവുക എന്നുള്ളത് ഒരു പക്ഷേ അവർക്ക് അപമാനമാണ്. അതുകൊണ്ട് അവർ ചോദിക്കാൻ പോലും മുതിരില്ല. അങ്ങനെയുള്ളവർക്ക് ഇത് ഒരു പ്രചോദനമാകണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത് എഴുതി വച്ചിരിക്കുക. ആ മനുഷ്യൻ എത്ര വലിയ ഒരു നന്മയാണ് തനിക്ക് ഉള്ളത് വെച്ച് ചെയ്യുക എന്ന് നാം ചിന്തിക്കണം. അതാണ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനത്തിൽ ഇപ്രകാരം ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്: ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ചെയ്യേണ്ട നന്മ എന്താണെന്ന് പലപ്പോഴും നമുക്കറിയാം. പക്ഷേ നമ്മളത് മനഃപൂർവ്വം വേണ്ടെന്ന് വെക്കുന്നു. അനുതാപ സങ്കീർത്തനത്തിനായി കുമ്പസാരക്കൂടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നാമൊക്കെ ഒരു പക്ഷെ പറയുന്നത് കൂടുതലും നാം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ്. ഞാൻ ഈ ഒരു തിന്മ പ്രവർത്തിച്ചു, ഈ ഒരു കാര്യം ചെയ്തു, അത് ദൈവത്തിനെതിരാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. പക്ഷേ പ്രിയമുള്ളവരെ, നാം ചെയ്യാതെ പോയ എത്രയോ നന്മകളുണ്ട്. അതും പാപമാണെന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഒരു പക്ഷേ നമുക്ക് കേട്ടിട്ടുള്ള ഒരു കൊച്ചു കഥയുണ്ട്. ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരെ എല്ലാം വിളിച്ചു ചേർത്തു. അവരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ഇതായിരുന്നു: എപ്പോഴാണ് പകൽ ആരംഭിക്കുന്നത്? വളരെ എളുപ്പമുള്ള ഒരു ചോദ്യം. ശിഷ്യന്മാരും അങ്ങനെ തന്നെ കരുതി. ഒരു വ്യക്തി ഉടനെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, കിഴക്ക് സൂര്യൻ ഉദിക്കുമ്പോൾ പകൽ ആരംഭിക്കും. പക്ഷേ ഗുരു ഒട്ടും തൃപ്തനായില്ല. അദ്ദേഹം പറഞ്ഞു, ഇതല്ല ഇതിനുള്ള ശരിയായ ഉത്തരം. വീണ്ടും മറ്റൊരുവൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അങ്ങ് ദൂരെ ഒരു മരമുണ്ട്, ആ മരത്തിൽ ഒരു കിളി ഇരിപ്പുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന സമയം പകൽ ആരംഭിച്ചു. കാരണം അത്രയും വെളിച്ചമുണ്ട് ഇവിടെ. പക്ഷേ ഗുരു തൃപ്തനായില്ല. ഇങ്ങനെ പലരും എഴുന്നേറ്റ് പല ഉത്തരങ്ങളും നൽകുകയാണ്. പക്ഷേ ഒന്നും ഗുരുവിന് മതിയാകുന്നില്ല. അവസാനം അദ്ദേഹം എല്ലാവരോടുമായി പറഞ്ഞു, പ്രിയ ശിഷ്യന്മാരെ, പകൽ ആരംഭിക്കുന്നത് നിന്റെ അരികിലുള്ള വ്യക്തി നിന്റെ സഹോദരനോ സഹോദരിയോ ആണെന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ്. എത്രയോ മനോഹരമായ ഒരു ചിന്തയാണ് പ്രിയമുള്ളവരെ. നമ്മുടെ അരികിലുള്ളവർ നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ് നമുക്ക് വെളിച്ചത്തിൻ്റെ മക്കളായി മാറുക. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ അന്ധകാരം, രാത്രി എന്ന് പറയുന്നത് എപ്പോഴും തിന്മയുടെ ഒരു പ്രതീകമായാണ് അവതരിപ്പിക്കുക. കാരണം നമ്മൾ കാണുന്നുണ്ട്, യേശു പെസഹ ആചരിച്ചു, അപ്പം മുറിച്ച് ആദ്യത്തെ കഷ്ണം യൂദാസിന് നൽകി എന്നാണ് വചനം പറയുക. ഈ മനുഷ്യൻ യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ അത് സ്വീകരിച്ച് പുറത്തേക്കിറങ്ങിപ്പോയി. ആ പുറത്തേക്കിറങ്ങിയ സമയം രാത്രിയായിരുന്നു എന്നാണ് നാം അവിടെ കാണുക. തിന്മയിലേക്ക് കാലെടുത്ത് വച്ച് നടന്നു നീങ്ങുന്ന ഒരു മനുഷ്യൻ രാത്രിയിലാണ് യാത്ര ആരംഭിക്കുക. വീണ്ടും നിക്കോദേമോസ് എന്ന് പറയുന്ന വ്യക്തി യേശുവിനെ കാണാൻ വരുന്നുണ്ട്. 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണും. ആ മനുഷ്യൻ വന്നതും രാത്രിയിലാണ്. കാരണം പകൽ യേശുവിന് സാക്ഷ്യം നൽകാൻ അയാൾ ഭയപ്പെട്ടിരുന്നു. സാക്ഷ്യം നൽകാൻ മടിയുള്ളവർ കടന്നു ചെല്ലുന്ന ഒരു സമയം, അതാണ് രാത്രി. വീണ്ടും 21-ാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ മരണശേഷം
കാണുന്ന ഒരു അനുഭവം. പത്രോസും മറ്റ് ശിഷ്യന്മാരും കൂടി മീൻ പിടിക്കാൻ തങ്ങളുടെ പഴയ തൊഴിലിലേക്ക് പോവുകയാണ്. പ്രിയമുള്ളവരെ, ഒരു രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു. പക്ഷേ അങ്ങനെ അധ്വാനിച്ചിട്ടും വിയർപ്പൊഴുക്കിയിട്ടും അവർക്കൊന്നും ലഭ്യമായില്ല. പകൽ യേശു അവരുടെ പക്കൽ വന്ന് ചോദിക്കുന്നു, നിങ്ങളുടെ പക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് ശൂന്യമായ കരങ്ങളോട് പറയുന്ന ആ ശിഷ്യന്മാരുടെ ചിത്രം നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാകും. അതായത് രാത്രിയിൽ അധ്വാനിക്കുന്നവർക്ക് യാതൊന്നും ലഭിക്കാത്തതിൻ്റെ ഒരു കാര്യമാണ് അവിടെ പറയുക, സൂചിപ്പിക്കുക. ഇതുപോലെ രാത്രി എന്ന് പറയുന്നത് എപ്പോഴും തിന്മയുടെ പ്രതീകമായാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുൻപിൽ വയ്ക്കുക. അങ്ങനെയെങ്കിൽ ആ അന്ധകാരത്തിൽ നിന്നും ആ രാത്രിയിൽ നിന്നും പുറത്തേക്ക് കടന്നു വരാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളെ തിരിച്ചറിയുമ്പോൾ, അവർക്ക് ആവശ്യങ്ങളിൽ നന്മ ചെയ്യുമ്പോൾ നമ്മൾ വെളിച്ചത്തിൻ്റെ, പ്രകാശത്തിൻ്റെ മക്കളായി മാറുകയാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ 25-ാം അധ്യായത്തിൽ അന്ത്യവിധിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അവിടെ 31 മുതലുള്ള തിരുവചന ഭാഗമാണ് ആ അന്ത്യവിധിയെക്കുറിച്ച് പറയുന്നത്. പ്രിയമുള്ളവരെ, അവിടെ ഇപ്രകാരം നമ്മൾ കാണും. യേശു ചുറ്റുമുള്ളവരോട്, ഇടതുവശത്തുള്ളവരോട് ഇങ്ങനെ പറയുകയാണ്, എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. നാമും ഇങ്ങനെ ഒരു സ്വരം കേൾക്കേണ്ടി വരുമോ എന്ന് ഓരോ ദിവസവും പരിശോധിക്കേണ്ടതുണ്ട്. എത്രയോ മനുഷ്യരാണ് പലതരം വേദനകളിൽ, പലതരം ദുഃഖങ്ങളിൽ നമ്മുടെ ചുറ്റും കഴിയുക. അവരോടൊക്കെ അനുകമ്പയുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകണം. എസെക്കിയേലിൻ്റെ പുസ്തകം 36-ാം അധ്യായം 26-ാം തിരുവചനം ദൈവം നൽകുന്ന ഒരു വാഗ്ദാനമാണല്ലോ. ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും, ശിലാഹൃദയം എടുത്തുമാറ്റി മാംസളമായ ഹൃദയം നൽകും. നമ്മുടെ ശിലാഹൃദയം എടുത്തുമാറ്റി മാംസളമായ ഹൃദയം നൽകുമെന്നാണ് തമ്പുരാൻ നൽകുന്ന വാഗ്ദാനം. അതായത് അനുകമ്പയുള്ള, സ്നേഹമുള്ള, കരുണയുള്ള ഒരു ഹൃദയം ദൈവം നമുക്ക് നൽകും. വീണ്ടും റോമാലേഖനത്തിൻ്റെ 9-ാം അധ്യായം 16-ാം തിരുവചനം ഇങ്ങനെ പറയും, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞാൽ, നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ, സ്നേഹമുള്ളവരെ, എത്രയോ വലിയ കരുണയാണ്, എത്രയോ വലിയ കൃപയാണ് ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുക. ഈ കാലഘട്ടങ്ങളിലുടനീളം ദൈവം നൽകിയ ആ വലിയ അനുഗ്രഹങ്ങളുടെ മേൽ പടുത്തുയർത്തപ്പെട്ടതാണല്ലോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. അങ്ങനെയെങ്കിൽ ഈ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ മാത്രം തങ്ങി നിൽക്കേണ്ട ഒന്നല്ല, മറിച്ച് അത് ചുറ്റുമുള്ളവരിലേക്ക് ഒഴുകിയിറങ്ങണം. നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളിലേക്ക് അത് പകർന്നു നൽകാൻ നമുക്ക് കഴിയണം. കുറേ നാളുകൾക്ക് മുൻപ് ഞങ്ങൾക്ക് ഡൽഹിയിൽ വച്ച് വിൻസെൻഷൻ വൈദികരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങളുടെ തന്നെ വൈദികർ താമസിക്കുന്ന ഒരിടത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. ഒരുപാട് ഫ്ലാറ്റുകൾ ഒരുമിച്ച് ചേർന്നുള്ള ഒരു സ്ഥലം. ഇവർ ഈ സ്ഥലത്തിൻ്റെ കുറേ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ എത്തിയിട്ടും ഇവരെവിടെയാണെന്ന് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ചുറ്റുമുള്ള പല മനുഷ്യരോടും ചോദിച്ചു ഇവർ എവിടെയാണ് താമസിക്കുന്നതെന്ന്. പക്ഷേ കൃത്യമായ സ്ഥലം പറയാൻ ആർക്കും കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, ഞങ്ങൾ ആ സ്ഥലത്ത് അതിനോടകം തന്നെ എത്തിയിരുന്നു. പക്ഷേ ആർക്കും അറിവില്ല. ഇന്ന് നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റും സംഭവിക്കുന്നതെന്ന്, ആരൊക്കെയാണ് നമ്മുടെ ചുറ്റും ജീവിക്കുന്നത് എന്ന് പോലും അറിയാതെ മുൻപോട്ട് പോകുന്ന എത്രയോ മനുഷ്യർ, നമ്മിലേക്ക് തന്നെ ചുരുങ്ങി നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളുടെ മാത്രം ആവശ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറുകയാണ്. ഒരു പക്ഷേ നമ്മുടെ പ്രാർത്ഥനകളെക്കുറിച്ച് ഒന്ന് ധ്യാനിച്ചാൽ പോലും നമുക്കറിയാൻ കഴിയും, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണം എന്നല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി, അവരുടെ നൊമ്പരങ്ങളിൽ അവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തുന്ന എത്ര വ്യക്തികൾ ഉണ്ട് എന്നത് ഒരു ചോദ്യമാണ്. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായം
38 തിരുവചനം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കും: കൊടുക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും; അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നമ്മൾ എപ്രകാരം മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, നമ്മൾ എപ്രകാരം മറ്റുള്ളവർക്ക് ആവശ്യങ്ങളിൽ നന്മ ചെയ്യുന്നു, അത് തന്നെ നമുക്കും തിരികെ ലഭിക്കും എന്നാണ് വചനം സൂചിപ്പിക്കുക. പ്രിയമുള്ളവരെ, ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ചൊല്ലുണ്ടല്ലോ, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. സ്നേഹം അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ആരംഭിക്കുന്നു. നാം ചിന്തിക്കണം, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കുടുംബാംഗങ്ങളോട് എപ്രകാരമാണ് പെരുമാറുക. ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രായമായ മാതാപിതാക്കൾ വേദന അനുഭവിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, മക്കൾ അവരെ പരിഗണിക്കാത്തത് കൊണ്ട്, മക്കൾ അവരെ കരുതാത്തത് കൊണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ചില വ്യക്തികൾ. എല്ലാ വ്യാഴാഴ്ചകളിലും ഞങ്ങൾ ഈ താബോർ ധ്യാന കേന്ദ്രത്തിൻ്റെ അടുത്തുള്ള ഒരു മഠത്തിൽ കുർബാനയ്ക്കായി പോകാറുണ്ട്. അത് ഒരു വൃദ്ധമന്ദിരം കൂടിയാണ്. 20-25 ആളുകൾ, പ്രായമായവർ അവിടെയുണ്ട്. ഞങ്ങൾ അവിടേക്ക് വിശുദ്ധ ബലിയർപ്പിക്കാനായി കടന്നു ചെല്ലുമ്പോൾ ഈ വ്യക്തികളുടെ മുഖത്തുള്ള സന്തോഷം അത് അവർണ്ണനീയമാണ്. ഏതെങ്കിലും ഒരു ദിവസം അവിടേക്ക് ചെല്ലാതെ വന്നാൽ അടുത്ത ആഴ്ച ഉറപ്പായും അവർ കാത്തിരിക്കും, ഞങ്ങളോട് ചോദിക്കും, ഞങ്ങളെ മറന്നുപോയോ? നാം ഇങ്ങനെ നമ്മുടെ മാതാപിതാക്കളെ, നമുക്ക് സ്വന്തമായുള്ളവരെ പോലും മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. ഒരു പക്ഷേ നമുക്ക് സമൂഹം എന്തു പറയുമെന്ന് ഭയമുള്ളത് കൊണ്ട്, അപമാനം വരുമല്ലോ എന്നോർത്ത് നാം ഇവരെ മറ്റെവിടെയും കൊണ്ടുചെന്ന് ആക്കുന്നില്ലായിരിക്കാം. എങ്കിലും നമ്മുടെ തന്നെ കുടുംബങ്ങളിൽ മതിലുകളില്ലാത്ത എത്രയോ വൃദ്ധമന്ദിരങ്ങളും അനാഥാലയങ്ങളുമാണ് നമ്മൾ പണിതുയർത്തിയിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ മനോഭാവമാണ് സൂചിപ്പിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മിലേക്ക് തന്നെ ചുരുങ്ങുന്ന ഒരു തരം തിന്മ നിറഞ്ഞ മനോഭാവം. കുറച്ച് നാളുകൾക്ക് മുൻപ് ഗുജറാത്തിൽ ഒരു കൺവെൻഷനായി പോവുകയാണ്. അതിരാവിലെ ഇവിടെ ബോംബെ കല്യാണിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ഒരു 3-3:30 കാണും. ഞാനും എൻ്റെ ഒപ്പമുള്ള 2 വചനപ്രഘോഷകരും. അതിൽ ഒരു വ്യക്തി ചെയ്ത ഒരു കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽപ്പുണ്ട്. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ ഞങ്ങളുടെ അരികിലേക്ക് നടന്നു വരികയാണ്. അദ്ദേഹം മുടന്തുന്നുണ്ട്, കാലുകൾക്ക് സ്വാധീനമില്ല, കണ്ണുകൾക്കും വ്യക്തമായ കാഴ്ചയില്ല. ഇദ്ദേഹം അരികിൽ വന്ന ഉടനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ സഹോദരൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് ഒരു ചായ കുടിക്കണമെന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഇത് കേട്ട ഉടനെ ഈ വ്യക്തിയുടെ മുഖം തിളങ്ങുകയാണ്. അത്രമാത്രം സന്തോഷം ആ മുഖത്ത് നിറഞ്ഞു. ഉടനെ അദ്ദേഹത്തിന് ഒരു ചായ വാങ്ങി നൽകി. ഞങ്ങൾ അവിടെ നിന്നും നടന്നു നീങ്ങുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, പണം ഇതിനോടകം നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ചായ കുടിച്ചതിന് ശേഷം ഇവിടെ നിന്ന് പോയിക്കൊള്ളുക. പ്രിയമുള്ളവരെ, ആ മനുഷ്യന് അത് വലിയ ഹൃദയം നിറഞ്ഞ ഒരു അനുഭവമായി. ഒരു പക്ഷേ നാമൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണല്ലോ, നാമൊക്കെ പലയിടങ്ങളിലൂടെയും പോകുന്നവരാണല്ലോ. അവിടെയൊക്കെ ഇതുപോലെ ആവശ്യങ്ങളുള്ള, ആരും കരുതാനില്ലാത്ത, ആരും ഒന്ന് ചേർത്ത് പിടിക്കാനില്ലാത്ത എത്രയോ മനുഷ്യരുണ്ടാകും. കരുണയുള്ള, അനുകമ്പയുള്ള ഒരു ഹൃദയം അതുണ്ടെങ്കിൽ അവരെയെല്ലാം യേശുവിൻ്റെ പ്രതിരൂപങ്ങളായി കണ്ട് അവർക്ക് നന്മ ചെയ്യാൻ നമുക്ക് കഴിയും. അതാണല്ലോ ഈശോ പറഞ്ഞത്, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. മറ്റുള്ളവരോട് നമുക്ക് സ്നേഹമില്ലാതെ വരുമ്പോൾ, അവരെ മാറ്റി നിർത്തുമ്പോൾ, നാം യേശുവിനെ, തമ്പുരാനെ തന്നെ മാറ്റി നിർത്തുന്ന മനുഷ്യരായി മാറുകയാണ്. അതുണ്ടാകാതിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം ഓരോ ദിവസവും പകരുന്നുണ്ട്. അത് അവിടെ തങ്ങി നിൽക്കാതെ പുറത്തേക്ക് ഒഴുകട്ടെ. അത് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ആരംഭിക്കണം. മറ്റുള്ളവരിലേക്ക് ദൈവത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ ആ സ്നേഹ പരിമളം പകർന്നു നൽകാൻ ദൈവം ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ദൈവം എല്ലാവരെയും, നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് കൊണ്ട്, വചനം കൊണ്ട് നിറയ്ക്കട്ടെ. ആമേൻ.